SIR പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചപ്പോൾ മുതൽ വൻ പ്രതിഷേധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിരവധി മേഖലകളിൽ നിന്നും സമഗ്ര വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ വിമർശനങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന പേരിൽ 12 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നറിയപ്പെടുന്ന താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ആത്മഹത്യകളിലേക്കും വരെ തള്ളിവിട്ടു എന്നാണ് ഉയരുന്ന ഏറ്റവും ഗൗരവമേറിയ ആരോപണം. വോട്ടർ പട്ടികയുടെ ഈ അസാധാരണമായ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളായ സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണിക്കുന്ന തികഞ്ഞ നിസ്സംഗതയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുൻ IAS ഉദ്യോഗസ്ഥനായ MG ദേവസഹായം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മൗനം ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിയോ എന്നുവരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സാധാരണയായി എല്ലാ വർഷവും സംഗ്രഹിച്ചുള്ള ഒരു വോട്ടർ പട്ടിക പുതുക്കൽ നടക്കാറുണ്ട്. പുതിയ വോട്ടർമാരെ ചേർക്കുകയും മരിച്ചവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ സാധാരണ പ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായി SIR എന്നത് പട്ടിക മൊത്തത്തിൽ അഴിച്ചുപണിത് വീടുകൾ തോറും കയറിയിറങ്ങി ഓരോ വോട്ടറെയും പുനഃപരിശോധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ്. രാജ്യത്തെ പകുതിയിലധികം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ ഭാരിച്ച പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യമാണ് ദേവസഹായം മുന്നോട്ട് വെക്കുന്നത്. ആവശ്യത്തിലധികം മനുഷ്യ വിഭവശേഷി പാഴാക്കി ഉദ്യോഗസ്ഥരെ മരണത്തിലേക്ക് തള്ളിവിട്ട് ഇങ്ങനെയൊരു തീവ്രയജ്ഞം നടത്തേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു? ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന വലിയ കളിയുടെ ഭാഗമാവുകയാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഈ പ്രക്രിയയുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. ഇവർ ഉന്നത ഉദ്യോഗസ്ഥരല്ല, മറിച്ച് സാധാരണക്കാരായ അധ്യാപകർ, നഴ്സുമാർ, അംഗനവാടി പ്രവർത്തകർ, ക്ലർക്കുമാർ തുടങ്ങിയവരാണ്. പലർക്കും ഇത് മാത്രമാണ് ഏക വരുമാന മാർഗം. അവരുടെ സാധാരണ ജോലികൾക്ക് പുറമെയാണ് ഈ ഭാരിച്ച അധിക ചുമതല കെട്ടിവെക്കപ്പെടുന്നത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നോ സസ്പെൻഡ് ചെയ്യുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നോ ഒക്കെയുള്ള ഭീഷണികൾ വരുമ്പോൾ ഉപജീവന മാർഗം അപകടത്തിലാകുമോ എന്ന ഭയം അവരെ തളർത്തുന്നു. ഇതിനു പുറമെ തങ്ങൾ ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന ഒരു തെറ്റായ കാര്യത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന ധാർമ്മികമായ കുറ്റബോധം അവരെ വേട്ടയാടുന്നു. ശാരീരികമായ തളർച്ച, മാനസിക സമ്മർദ്ദം, ധാർമ്മികമായ കുറ്റബോധം, ഒപ്പം ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവയെല്ലാം ഒരുമിക്കുമ്പോഴാണ് ആത്മഹത്യകളും മരണങ്ങളും ഉണ്ടാകുന്നത്. ഈ ഡ്യൂട്ടിക്കിടെ 41 BLOമാർ മരണപ്പെട്ടതായും കേരളത്തിൽ പോലും സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥർ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയാണ് ദേവസഹായത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിനാൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാക്ഷിയും അടങ്ങിയ ബെഞ്ച് ഈ വാദം കേൾക്കുന്നതിനിടയിൽ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട 41 BLOമാരെ കുറിച്ചോ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥനെ കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നതാണ് ദേവസഹായം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നം. ഒരു മനുഷ്യജീവന്റെ വില പോലും ചർച്ചയായില്ല. അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായി അത് പരിഗണിക്കപ്പെട്ടതേയില്ല. 41 പേരുടെ മരണം അവരെ ഒട്ടും ബാധിച്ചില്ലെന്നും കോടതി ഒരു മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട അനുസരിച്ച് നീങ്ങുകയാണെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. ഈ ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രായോഗികമായ ഒരു വഴി ദേവസഹായം മുന്നോട്ട് വെച്ചിരുന്നു. അതായിരുന്നു സോഷ്യൽ ഓഡിറ്റ് അഥവാ സാമൂഹിക പരിശോധന. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഇതിനകം തന്നെ ഇതിനുള്ള വ്യവസ്ഥയുണ്ട്. ഓരോ പ്രദേശത്തെയും വോട്ടർ പട്ടിക ഗ്രാമസഭകളിലോ വാർഡ് സഭകളിലോ വെച്ച് ജനങ്ങളെ കൊണ്ട് തന്നെ പരിശോധിപ്പിക്കുക. ആരാണ് യഥാർത്ഥ താമസക്കാർ, ആര് മരിച്ചുപോയി, ആര് സ്ഥലം മാറിപ്പോയി എന്നൊക്കെ അവിടെ ഉള്ളവർക്ക് കൃത്യമായി അറിയാം. എന്നാൽ ഈ നിർദ്ദേശം കോടതിക്ക് മുന്നിൽ വെച്ചിട്ടും അതും അവഗണിക്കപ്പെട്ടു. ഒരു പ്രായോഗികമായ പരിഹാരം കേൾക്കാൻ പോലും നീതിന്യായ വ്യവസ്ഥ തയ്യാറായില്ല എന്നത് നിരാശാജനകമാണ്. സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷത്തിന്റെ പരാജയം കൂടിയാണ് ദേവസഹായം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് കഴിവുകെട്ടവരുടെ കൂട്ടമെന്നാണ്. പാർലമെന്റിൽ നിന്നും 140 MPമാരെ പുറത്താക്കിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന അധികാരം പൂർണ്ണമായി സർക്കാരിന്റെ കൈകളിൽ എത്തിക്കുന്ന നിയമം പാസാക്കിയപ്പോൾ പ്രതിപക്ഷം ദുർബലമായ പ്രതിഷേധം മാത്രമാണ് കാഴ്ചവെച്ചത്. രാഹുൽ ഗാന്ധി ഡേറ്റാ മോഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥ പ്രശ്നം ജനവിധി മോഷ്ടിക്കലാണെന്നും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് ജനവിധി തന്നെ അട്ടിമറിക്കുമ്പോൾ അതിനെതിരെ ഫലപ്രദമായ ശബ്ദമുയർത്താൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം വിമർശിക്കുന്നു. അധികാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ ഭരണകൂടം ശരിക്കും ഭയപ്പെടുന്നത് തെരുവിലിറങ്ങുന്ന ജനങ്ങളെ മാത്രമാണ്. എന്നാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് തെരുവിലിറക്കാൻ ശേഷിയുള്ള സിവിൽ സമൂഹത്തെയും സർക്കാർ ഇതര സംഘടനകളെയും ആക്ടിവിസ്റ്റുകളെയും 2014 ശേഷം സർക്കാർ ആസൂത്രിതമായി ഇല്ലാതാക്കിയതായി അദ്ദേഹം വാദിക്കുന്നു. ഫണ്ടിംഗ് തടഞ്ഞും കേസുകളിൽ കുടുക്കിയും സിവിൽ സമൂഹത്തെ ദുർബലമാക്കി. രാഷ്ട്രീയ പാർട്ടികൾ നിഷ്ക്രിയരായി.
ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീം കോടതിയെയും പോലുള്ള സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് ഈ സ്ഥാപനപരമായ പരാജയങ്ങളെല്ലാം ചേർന്നാണ് ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിയോ എന്ന ഏറ്റവും ഗൗരവമേറിയ ചോദ്യത്തിലേക്ക് ദൈവസഹായം എത്തുന്നത്. ഒരു സാധാരണ പൗരന്റെ ജീവനും അവകാശങ്ങൾക്കും ഒരു വിലയും ഇല്ലാതാവുക, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നഷ്ടപ്പെടുമ്പോൾ പോലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതൊരു പ്രശ്നമല്ലാതിരിക്കുക, ഭരണകൂടം ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതിരിക്കുക, സ്ഥാപനങ്ങൾ അതിന് കൂട്ടുനിൽക്കുക. ഈ അവസ്ഥയാണ് അദ്ദേഹം ഫാസിസ്റ്റ് സ്വഭാവമായി കാണുന്നത്. ജനാധിപത്യത്തിന്റെ പുറംചട്ടം മാത്രം നിലനിർത്തിക്കൊണ്ട് അകത്തതിന്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന ഈ അവസ്ഥ ഒരു കപട നാടകം മാത്രമാണ്. തന്റെ വിമർശനത്തിലൂടെ ഇന്ത്യ ശരിക്കും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാണെങ്കിൽ അത് തുറന്നു പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നു.